ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ ചിരകിയത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ഒരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ തേങ്ങാപ്പാലിൽ പായസം ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ കോക്കനട്ട് ബർഫിയുടെ ഒക്കെ ടേസ്റ്റിൽ വരുന്ന ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പായസത്തിന് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ ഈ പായസത്തിന് വേണ്ടി എന്തൊക്കെയാണ് എടുത്തതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചിരകുമ്പോൾ ഇതുപോലെ ചെറിയതാക്കിയിട്ട് ചിരവി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബ്രൗൺ പാർട്ട് പെടാതെയും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തേങ്ങ ഇവിടെ റെഡിയായി. പിന്നെ ഒരു 4 ഗ്ലാസ്സോളം പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്, പശുവിൻ പാല്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾ വാനില എസൻസ് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നട്ട്സ് ഒന്നും വറുത്തിട്ടല്ല ഈ ഒരു പായസത്തിൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വറുക്കുന്നില്ല. വറുക്കാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു സമയത്ത് വറുത്ത് കൊടുത്താൽ മതി. ഞാൻ ആദ്യം തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റിനെങ്കിലും നമ്മൾ തേങ്ങ ഈ ഒരു ഗീയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റെങ്കിലും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടില്ല. നമ്മളിത് പാലിൽ നന്നായിട്ട് തിളപ്പിക്കുമെങ്കിലും ഈ ഒരു സമയത്ത് കുക്ക് ചെയ്യുമ്പോഴാണ് തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടുക. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പാൽപ്പൊടി നല്ല കട്ടിപ്പാലിൽ ചേർത്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ ഒരു സമയത്ത് പഞ്ചസാര കൂടി, നമുക്ക് പായസത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഈ ഒരു സ്റ്റെപ്പിലും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്ന പായസമാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ള പായസം തന്നെയാണ്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ചെയ്തെടുക്കാതെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ടൈം എടുത്തിട്ട് പായസം തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കോക്കനട്ട് ബർഫിയുടെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ തേങ്ങ ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് പോലെ കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന പാല് മുഴുവൻ ഒന്നിച്ചിട്ടല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/3 ഭാഗം ഫസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം അത് നന്നായിട്ട് വറ്റി വരുമ്പോൾ നെക്സ്റ്റ് 1/3 ഭാഗം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടിയായിട്ട് അങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യവും നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് അടുത്ത ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടകളൊക്കെ നന്നായിട്ട് പോകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്താലും മതി. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പാല് മുഴുവനായിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മധുരം ഒന്ന് ബാലൻസിനായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും കൂടി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. നമ്മുടെ കോക്കനട്ട് ബർഫിയുടെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് ഈ ഒരു പായസം വരുന്നത്.
തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്